സോ ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഷോപ്പിൽ വന്നിരിക്കുന്ന ഫോണാട്ടോ, റെഡ്മി 9 പ്രൈം. ഇതിന് കംപ്ലൈൻറ്റ് എന്താ വെച്ചാൽ ബാറ്ററി കംപ്ലൈൻ്റ് ആട്ടോ. കസ്റ്റമർ പറയുന്നത് ഇടയ്ക്ക് സ്വിച്ച് ഓഫ് ആവുക, അങ്ങനെ കോൾ ചെയ്യുമ്പോൾ റീസ്റ്റാർട്ട് ആവുക, അങ്ങനെ ഓരോ കംപ്ലൈൻ്റ് ആണ് കസ്റ്റമർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ കസ്റ്റമറോട് പറഞ്ഞത് ഒറിജിനൽ ബാറ്ററി ആണെങ്കിൽ നമുക്ക് ഉള്ളത്തെ ആ ചെറിയ റെസിസ്റ്റർ മാറ്റുക, സംഭവം ക്ലിയർ ആവും. അഥവാ ബാറ്ററി പൊള്ളപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ബാറ്ററിനെ മാറ്റേണ്ടി വരും. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ബാറ്ററി എങ്ങനെ മാറ്റാൻ നോക്കാം. അപ്പോൾ നമ്മൾ ബാക്ക് ഡോർ ഊരി അങ്ങനെ മേലത്തെ ആ ഷീൽഡ് അങ്ങനെ ഊരാം കേട്ടോ. ഷീൽഡ് നമ്മൾ ഊരിയിട്ടുണ്ട്. ഞാൻ ബാറ്ററി കണ്ടിട്ട് ഊരാം, ഡിസ്പ്ലേ കണ്ടിട്ട് ഊരാം. അങ്ങനെ നമ്മൾ ബാറ്ററി അങ്ങനെ ഊരിപ്പോൾ നമുക്ക് കംപ്ലൈൻറ്റ് മനസ്സിലായത് ബാറ്ററി ബൾജ്, ബാറ്ററി പൊള്ളപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് അറിയുന്നത് ബാറ്ററി കംപ്ലൈൻ്റ് ആട്ടോ. അപ്പോൾ നമുക്ക് ബാറ്ററിനെ മാറ്റേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്തുള്ള ബാറ്ററി മാക്സ് ഗോൾഡ് എന്ന കമ്പനിയുടെ ബാറ്ററി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടാവും, നല്ല ചാർജ് കാര്യങ്ങൾ നിൽക്കും. പിന്നെ 1 ഇയർ വാറൻറ്റി ആട്ടോ നമുക്ക് തരുന്നത്. ഓക്കെ, കസ്റ്റമറോട് കുറഞ്ഞ റേറ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ കസ്റ്റമർ ഇടാതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ബാറ്ററി ഫിക്സ് ചെയ്യാം. ബാക്കത്തെ പ്ലാസ്റ്റിക് കൂടി അങ്ങനെ ബാറ്ററി നമ്മൾ ഫിക്സ് ചെയ്തു. ഓക്കെ, ഫിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ആ സ്ട്രിപ്പ് ഉണ്ടല്ലോ, അഥവാ ചെറുതായിട്ടൊന്ന് ബെൻഡ് അല്ലെങ്കിൽ കട്ടായ അപ്പോൾ ഡിസ്പ്ലേ പ്രശ്നം വരും, ഡിസ്പ്ലേ കംപ്ലീറ്റ് വരും. അത് ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ബാറ്ററി കാര്യങ്ങൾ പക്കയാണ്. ഓക്കെ, നമുക്ക് അതിൻ്റെ മേലത്തെ ഷീൽഡ് കാര്യങ്ങൾ ഫിക്സ് ചെയ്യാം. ഓക്കെ, ഫിംഗർ ടൈറ്റാക്കി നമ്മൾ ഒരു കാര്യങ്ങൾ ടൈറ്റാണ്. നമുക്ക് സ്ക്രൂ കാര്യങ്ങൾ ടൈറ്റ് ആക്കാം. റെഡ്മിയുടെ ഫോണിൽ അധികം കംപ്ലൈൻറ്റ് വരുന്നത് ബാറ്ററി പ്രശ്നമാണ്. ഓരോ തവണയും റീസ്റ്റാർട്ട് ആവുക, ഓൺ ആവുക, ചാർജ് ഇടുമ്പോൾ ഓണായി ഉപയോഗിക്കുക, അങ്ങനെയൊക്കെ ഓരോന്നാണ് ബാറ്ററി കംപ്ലൈൻറ്റ് വരുന്നത്. അഥവാ രാത്രി നമ്മൾ കുത്തിയൊക്കെ രാവിലെ എടുക്കാൻ അങ്ങനെയും ബാറ്ററി കംപ്ലൈൻറ്റ് വരും. അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഓവറായിട്ട് ചാർജ് ചെയ്യില്ല. ഓവറായിട്ട് ചാർജ് ചെയ്താൽ പിന്നെ ബാറ്ററി ബൾജായി, പിന്നെ ബാറ്ററി തന്നെ മാറ്റേണ്ടി വരും. കസ്റ്റമർ കംപ്ലൈൻറ്റ് ഇതല്ലേ പറഞ്ഞത്, ഓവറായിട്ട് ചാർജ് ചെയ്തു ബാറ്ററിയാണ് കംപ്ലൈൻ്റ് ആയി. അങ്ങനെ നമുക്ക് ഓരോ സ്ക്രൂ കാര്യങ്ങൾ ടൈറ്റ് ആക്കി, 2-3 സ്ക്രൂ കാര്യങ്ങൾ ആക്കിയിട്ട് കുറച്ച് ഷീൽഡ് ഇടാം. അങ്ങനെ നമ്മൾ അവിടുത്തെ സ്ക്രൂ ടൈറ്റ് ആക്കി. ഓക്കെ, റെഡ്മി 9 പറയുമ്പോൾ പക്ഷെ നല്ല നമ്മളുടെ ഫോണാണ്. കംപ്ലൈൻറ്റ് അധികം വരുന്നത് ബാറ്ററി പ്രശ്നമാണോ. അങ്ങനെ നമ്മൾ മേലത്തെ സ്ക്രൂ കാര്യങ്ങളെല്ലാം ടൈറ്റ് ആക്കിയിട്ടുണ്ട്. എല്ലാം പക്കയാണ്. പക്ഷെ നമ്മൾ ടൈറ്റ് ആക്കണം. ഓക്കെ ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ബാക്ക് ഡോർ നമുക്ക് ഫിക്സ് ചെയ്യാം. സ്വിച്ച് കാര്യങ്ങളെല്ലാം നിലയിലിട്ടിട്ട് നൈസിൽ ഫിക്സ് ചെയ്താൽ മതി. ആ പ്രസ്സിങ് വരുന്നു. ഓക്കെ, എല്ലാം ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും ഒക്കെയാണ്. ശേഷം ഓക്കെയാണ്. നമുക്ക് അതിൻ്റെ സിലിണ്ടർ ഇടാട്ടോ. സിലിണ്ടർ ഇട്ടിട്ടുണ്ട്, ഓൺ ആക്കിയിട്ടുണ്ട്. സിമ്പ് ഇട്ടേക്കാൻ പോകും. ഓക്കെ, കസ്റ്റമർ പറഞ്ഞത് അതിൻ്റെ സ്ക്രീൻ ഗ്ലാസ് കൂടി മാറ്റാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ക്രീൻ ഗ്ലാസ് കൂടി നമുക്ക് മാറ്റാം. നല്ല പൊട്ടുണ്ടാകും. അത് നമുക്ക് ഇതിൻ്റെ സ്ക്രീൻ ഗ്ലാസ് കൂടി മാറ്റാം. അത്യാവശ്യം നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. കുറച്ച് ക്ലീൻ ചെയ്യണം. സ്ക്രീൻ ഗ്ലാസ് കൊടുക്കുമ്പോൾ നല്ല പൊളി വന്നിട്ടുണ്ട്. സ്ക്രീൻ ഗ്ലാസ് ഞാൻ
ഒരു ടാബ് ഉപയോഗിച്ച് നമുക്ക് അതിനുള്ളത് കുറച്ച് ഡസ്റ്റ് ഉണ്ടായിരുന്നു, അത് റിമൂവ് ചെയ്യും. ടാപ്പ് ഉപയോഗിക്കുമ്പോൾ നല്ലതാണ്, കാരണം ഉള്ളത്തെ എല്ലാ ഡസ്റ്റ് ആ ടാപ്പിലിട്ടും. അപ്പോൾ സ്ക്രീൻ ഗ്ലാസ് കറക്റ്റ് നിലയിൽ ഒരു എയർ വരില്ല. ഓക്കെ, നമ്മൾ സ്ക്രീൻ ഗ്ലാസ് ഇട്ടു. കണ്ടോ ഇത്ര നൈസിലെ സ്ക്രീൻ ഗ്ലാസ് ഇട്ടു. നല്ല ഫിനിഷിംഗ് സ്ക്രീൻ ഗ്ലാസ് ഇട്ടു. പ്രോബ്ലം ഉണ്ടായിരുന്നു. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.